ആർക്കെങ്കിലും ചൊറിയണമെങ്കിൽ ആ ചൊറിച്ചിൽ അവരവിടെ വെച്ചോളണം. ആയത്തും ഹദീസും അള്ളാഹുവിന്റേതാണ്. അത് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞാൻ അള്ളാഹു പറഞ്ഞ ആയത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോ മതേതരത്വം പൊളിഞ്ഞു പോകുന്നു തോന്നുന്നെങ്കിൽ ആ മതേതരത്വം ഞങ്ങൾക്ക് വേണ്ട, ആ മതേതരത്വം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെ ഉറക്കി 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 കിടത്തി ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ടെന്ന് ഇവന്മാർ കയറി അടിക്കുമ്പോ ഒരുത്തനും ഉണ്ടായില്ല, ഒരുത്തനും ഇല്ല മിണ്ടാൻ. മിണ്ടുന്നില്ലല്ലോ. മിണ്ടുന്നുണ്ടോ ആരെങ്കിലും? തെരുവിൽ ഈ പാപങ്ങൾ നിലവിളിക്കുമ്പോ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എവിടെ ഈ കപടന്മാർ? അല്ലാഹു പറഞ്ഞെന്തറിയുമോ? ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും. ഇങ്ങനെ ചില ആളുകളുണ്ട്. ഒരു ഭാഗത്ത് പ്രത്യക്ഷ ശത്രുക്കളുണ്ട്, നമുക്കറിയാം. ഡയറക്റ്റ് അറ്റാക്ക്, ഡയറക്റ്റ് ആക്രമണം, മുസ്ലിം ഉന്മൂലനം, മുസ്ലിം ശത്രുത, മുസ്ലിം ഉന്മൂലനം ലക്ഷ്യമാക്കി വരുന്ന സംഘപരിവാരം. മറുവശത്ത് വ്യക്തമായി വരാത്ത ശത്രുക്കളെ നിങ്ങൾ കരുതിയിരിക്കണം. ഞങ്ങളാണ് സർവ്വതുമെന്ന് പറഞ്ഞ് മഹല്ലുകൾ കടയിരുന്ന്, മദ്രസകൾ കടയിരുന്ന് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് സമുദായത്തെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി സമുദായത്തെ വെറും ഷണ്ടന്മാരാക്കി മാറ്റുന്ന ഒരു വിഭാഗമുണ്ട്. ഇത്തരക്കാരെ പറ്റി അല്ലാഹു പറഞ്ഞു, ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും. അവരെ കണ്ടാൽ അവരുടെ ആകാരവടിവ് നിങ്ങൾ അത്ഭുതപ്പെടുത്തും, അവരുടെ വസ്ത്രധാരണം നിങ്ങൾ അത്ഭുതപ്പെടുത്തും. ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വയഖൂലു തസ്മഉ ലിഖൗലിഹിം. അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപൂർവ്വം കേട്ടിരിക്കും. വയഖൂലു തസ്മഉ ലിഖൗലിഹിം കഅന്നഹും ഖുശ്ബും മുസന്നദാ, കഅന്നഹും ഖുശ്ബും മുസന്നദാ. ഇവർ നാട്ടിവെച്ച മരത്തടികൾക്ക് സമാനമാണ്. ഒന്നും ചെയ്യുകയില്ല, ഇവർ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കഅന്നഹും ഖുശ്ബും മുസന്നദാ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം. അവർക്ക് പേടിയാണ്. ഇത് കേൾക്കുമ്പോ പേടിയാണ്, ഇത് കേൾക്കുമ്പോ ഭയമാണ്, ഇത് കേൾക്കുമ്പോ അവർ ഓട്ടം തുടങ്ങും, ഞെട്ടോട്ടം തുടങ്ങും. അതാണ് പറഞ്ഞത് കഅന്നഹും ഖുശ്ബും മുസന്നദാ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം ഹുമുൽ അദു. അല്ലാഹു പറഞ്ഞു, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഹുമുൽ അദു, അവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഫഹ്ദറുഹും ഖാതലഹുമുല്ലാഹു അല്ലാ യുഫകൂൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾ ഓർക്കാനുള്ളത്, ഞാൻ സത്യസന്ധമായി ഖുർആൻ പറഞ്ഞു, നാം വഞ്ചിതരാകരുത്. ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ്, മുസ്ലിമായി ജീവിക്കാനുള്ള അവകാശമാണ്. ഈ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ജീവനും കൈയെടുത്തുകൊണ്ട് ഓട്ടമാണ്. ഇവിടെ ഒരു ചതിയന്മാരുടെയും ചതിയിൽപ്പെടാതെ ഈ ജനതയെ നയിക്കുക എന്ന ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്കാണ് ബാധ്യതയുള്ളത്, ഉലമാക്കൾക്കാണ് ബാധ്യതയുള്ളത്.